Hello everyone, welcome back. This is Nirjana here from Neo Tales. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് മാസ്കുകളാണ്. ഇപ്പോൾ ഈ കണ്ടീഷണറിന് പകരം മാസ്ക് ഉപയോഗിക്കാമോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ മാസ്കുകൾ തന്നെ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡ്സിന് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും ഒരു മാസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അതിൽ നല്ല മാസ്കുകൾ ഏതൊക്കെയാണ്? ഒരുവിധം ഇന്ന് അവൈലബിൾ ആയിട്ട് എല്ലാ ബ്രാൻഡുകളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹിറ്റ്സ് ആൻഡ് മിസ്സസ് എന്നാണ് വീഡിയോയുടെ പേര്. അപ്പോൾ ചിലത് സക്സസ് ആയിരുന്നു, ചിലത് അത്ര പോരാ. അപ്പോൾ അതെല്ലാം ഞാൻ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം. ഏത് ഹെയർ ടൈപ്പിനാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരിക്കും. ഇഫ് യു ന്യൂ ടു മൈ ചാനൽ, ഓൾറെഡി നമുക്ക് ബ്യൂട്ടി ആൻഡ് ഫാഷൻ കാറ്റഗറിയിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടന്റ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആസ് വെൽ. ഇറ്റ് വുഡ് മീൻ എ ലോട്ട് ടു മീ. ഈ മാസ്കിൻ്റെയൊക്കെ റിവ്യൂ പറയുമ്പം ഒതന്റിക് ആയിട്ട് റിവ്യൂ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഓരോന്നും കഴുകിയിട്ട് മുടി കാണിക്കാനൊന്നും പറ്റില്ല. ചില സമയത്ത് മുടി കഴുകിയ ഉടനെ നമുക്ക് എഫക്റ്റ് വരില്ല, അങ്ങനെയൊക്കെയാണ്. എന്നാലും ഞാൻ ഓണസ്റ്റ് ആയിട്ട് മാത്രമേ എൻ്റെ ചാനലിൽ റിവ്യൂസ് ഇടാറുള്ളൂ. സ്പോൺസർ കണ്ടന്റ് ആണെങ്കിലും അല്ലെങ്കിലും ശരി, ഞാൻ എൻ്റെ ഓണസ്റ്റ് വ്യൂസേ പറയാറുള്ളൂ. എന്താ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അല്ലാതെ ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ ശരി, മാസ്ക് ആണെങ്കിൽ ശരി, ഞാൻ മുഖത്ത് നോക്കി അല്ലെങ്കിൽ മാസ്ക് നോക്കി ഞാൻ പറഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂസ് തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അധികം സമയം കണ്ടാൽ വിൽ ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രോഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പോൾ പൊതുവേ കണ്ടീഷണറിനെക്കാളും മാസ്കിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കറാണ്. കണ്ടീഷണർ നമ്മൾ യൂഷ്വലി ഷാമ്പൂ ചെയ്തതിന് ശേഷം മുടി കഴുകി കളഞ്ഞിട്ട് മുടിയിലെ ഇറ്റ് വീഴുന്ന വെള്ളം ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ്സ് വെക്കും. അത് കഴിഞ്ഞ് വാഷ് ഓഫ് ചെയ്യും. മാസ്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തിക്കറാണ്. പൊതുവേ മാസ്ക് നമുക്ക് ഷാമ്പൂവിന് മുമ്പ് അപ്ലൈ ചെയ്യാം. അതായത് ഓയിലൊന്നും തേക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെക്കുന്ന രീതിയുണ്ട്. ചിലർ അങ്ങനെ വെച്ചിട്ട് ഒരു സ്റ്റീം ടവൽ കെട്ടി വെക്കുന്ന രീതിയുണ്ട്, ചെറിയൊരു സ്പാ ഇഫക്റ്റ് കിട്ടാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് കണ്ടീഷണറിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് പോലെ തന്നെ മാസ്ക് ഉപയോഗിക്കാം. അതായത് നമ്മൾ മുടി വാഷ് ചെയ്തതിന് ശേഷം വെള്ളം സ്ക്വീസ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം ജസ്റ്റ് കഴുകി കളഞ്ഞ് നിങ്ങളുടെ റുട്ടീൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പം പ്രീ ഷാംപൂ, മാസ്ക്, പോസ്റ്റ് ഷാംപൂ അങ്ങനെ പേരുണ്ട്. പക്ഷെ അത് അങ്ങനെ അല്ലെങ്കിലും ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് മാസ്ക് ഉപയോഗിക്കാവുന്നതാണ്. ലീവിനായിട്ടും ചിലർ മാസ്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കുറേ നേരം മണിക്കൂറുകളോളം വെച്ചതിന് ശേഷം വാഷ് ചെയ്യുന്ന രീതിയും ഉണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ കണ്ടീഷണറിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് മാസ്കുകൾ ഉപയോഗിക്കാറ്. ആൻഡ് എനിക്കത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു 10 മിനിറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റിയാൽ ഇറ്റ് ഇസ് മോർ ദാൻ ഗുഡ്. അത്രയും സമയം കൊണ്ട് മുടിക്ക് നല്ല രീതിയിൽ ചേഞ്ച്, ഇഫ് ഇറ്റ്സ് എ ഗുഡ് മാസ്ക്, അതിന് തീർച്ചയായിട്ടും വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡിൽ നിന്ന് തന്നെയാണ്, ബെയർ അനാറ്റമി. ബെയർ അനാറ്റമിയുടെ മൊത്തം 3 മാസ്കുകൾ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. കളർ ട്രീറ്റ്മെൻറ്റ് റേഞ്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു, അതിനകത്ത് ഞാൻ അതിൻ്റെ മാസ്ക് കാണിച്ചു. അതല്ലാതെ ഈ കേൾ എൻഹാൻസിങ് എന്നുള്ള മാസ്കും പിന്നെ ഈ ഡാമേജ് റിപ്പയർ എന്നുള്ള ഈ മാസ്കും, അങ്ങനെ മൊത്തം ബെയർ അനാറ്റമിയുടെ 3 ഹെയർ മാസ്കുകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് ബ്ലൈൻഡ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും ഈ ബ്രാൻഡ് നിങ്ങൾക്ക് കണ്ണു അടച്ച് തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ പർട്ടിക്കുലർ കേൾ എൻഹാൻസിങ് മാസ്ക്, കേൾ എന്ന് കണ്ടിട്ട് നിങ്ങൾ സർപ്രൈസ്ഡ് ആകണ്ട, ആലോചിക്കേണ്ട അയ്യോ ഇത് എനിക്ക് കേളെന്ന് കാണുമ്പോഴത്തേക്കും അത് കേളി ഹെയറിന് മാത്രമെന്ന് വിചാരിക്കേണ്ട. ഡ്രൈ ഹെയറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെയാണ് കേളി ഹെയറിനുള്ളത്. സോ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസ്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇതിനകത്ത് അവർ പറയുന്നത് കോക്കനട്ട് ഓയിൽ, ഹൈലറോണിക് ആസിഡ് ആൻഡ് കാസ്റ്റർ ഓയിൽ ഉണ്ട്. ഫ്രിസ് കൺട്രോൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൻ്റെ മണം ഭയങ്കര നല്ലതാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉപയോഗിച്ചിട്ട്. ഞാൻ പൊതുവെ മാസ്കുകൾ അങ്ങനെ റീപർച്ചേസ് ചെയ്യില്ല. അത്ര നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും വാങ്ങുകയുള്ളൂ. ഈ മാസ്ക് ഞാൻ രണ്ടാമത് ഉപയോഗിച്ചിട്ടിരുന്ന സമയത്താണ് ഞാൻ മുടി കളർ ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ പ്രോഡക്ട്സ് എല്ലാം എൻ്റെ ബ്രദറിന് കൊടുത്തു. പുള്ളിക്ക് നല്ല ഡ്രൈ ഹെയർ ആണ്. ചേട്ടൻ ആക്ച്വലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ മാസ്ക്. കണ്ടീഷണർ പോലെയാണ് ഉപയോഗിക്കുന്നത്. മുടിയുടെ ഫ്രിസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഒരു 2 ദിവസം വരെ മുടിക്ക് നല്ല മണവും ആയിരിക്കും. അപ്പോൾ ശരിക്കും ഒരു ഹെയറിൽ നല്ലൊരു ഹെയർ പെർഫ്യൂമിൻ്റെ പോലത്തെ ഒരു സ്ട്രോങ് അങ്ങനത്തെ ഫ്രേഗ്രൻസ് അല്ല, ബട്ട് വെരി പ്ലസൻറ്റ്. നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലൊരു മണമായിരിക്കും. അതുപോലെ തന്നെയാണ് ബെയർ അനാറ്റമിയുടെ ഡാമേജ് റിപ്പയർ. ഇതിനകത്ത് സെറാമൈഡും കോക്കനട്ട് മിൽക്ക് പ്രോട്ടീനുമാണ് ഉള്ളത്. ഇതിൻ്റെ മണം കുറച്ചും കൂടി ഒരു ഫ്ലോറൽ, കംപ്ലീറ്റ് ആയിട്ട് അതെല്ലാം ഞാൻ ഉപയോഗിച്ച് തീർത്താണ്, കുറച്ചും കൂടി ഒരു ഫ്ലോറൽ മണമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ പർട്ടിക്കുലർ പർപ്പിൾ കളറാണ്. ബട്ട് അവിടെ എല്ലാ മാസ്കുകളും നല്ലതാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. മുടിയുടെ ഫ്രിസ് അതൊന്ന് കൺട്രോൾ ചെയ്യും, നല്ലൊരു മണമായിരിക്കും. ആൻഡ് നിങ്ങളിപ്പോൾ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്വിഷ് ചെയ്ത് വിടുന്ന രീതി ചിലരത് ചെയ്യാറുണ്ട്. മുടിയുടെ കേൾസ് നല്ല രീതിയിൽ വരാനായിട്ട് ഇങ്ങനെ സ്ക്വിഷ് ചെയ്ത് വിടുന്നത്. അങ്ങനെ സ്ക്വിഷ് ചെയ്ത് വിട്ട് ആക്ച്വലി അറ്റത്ത് ഇങ്ങനെ കേൾസ് ഒക്കെ നല്ല മനോഹരമായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ബ്രാൻഡാണ് ബെയർ അനാറ്റമി. ഇതിൻ്റെ മാസ്കുകൾ ഒരു 400 റേഞ്ചിലൊക്കെ അവൈലബിൾ ആണ്, വിച്ച് ഇസ് എ ഗുഡ് കോമ്പറ്റീറ്റീവ് പ്രൈസ് ഓൾസോ. നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. സെക്കൻഡ് ഫേവറേറ്റ് ഈ റേഞ്ചിൽ എനിക്ക് വരുന്നത് ഡവിൻ്റെ മാസ്ക് ആണ്. ഡവിൻ്റെ 2 മാസ്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 3 months മുന്നേ ഉപയോഗിച്ച് നിർത്തിയ മാസ്ക് ഇതാണ്. നിർത്തിയദാസൻ ഉപയോഗിച്ച് കഴിഞ്ഞ മാസ്ക് ഇതാണ്, ഡീപ്പ് മോയ്സ്ചർ മിറക്കിൾ ഹെയർ മാസ്ക്. ഇത് അതിൻ്റെ മണം, ഇതിൻ്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഡവിൻ്റെ നിവ്യയുടെ ഒക്കെ പ്രോഡക്ട്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു മണമായിരിക്കും. വെരി പ്ലസൻറ്റ്, ഒരു
പെർഫ്യൂം പോലത്തെ തന്നെ ഒരു മണം. ഇപ്പം നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ന്യൂസാണ്, മണമേ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമാവില്ല. ബട്ട് അതർവൈസ് ഇതിൻ്റെ മണം, ഇതിൻ്റെ ക്വാളിറ്റി, ഐ വുഡ് സേ ഈ 2 മാസ്കുകളായിരിക്കും ഒരുപക്ഷെ ഞാൻ റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വാങ്ങാൻ ചാൻസ് ഉള്ള 2 മാസ്കുകൾ. ഇത് ഡ്രൈ ഹെയറിന് സ്യൂട്ടബിൾ ആണ്, എല്ലാ ഹെയർ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്. ആൻഡ് ഈ മാസ്കുകളൊക്കെ ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം കണ്ടീഷണറിനേക്കാൾ തിക്കാണെങ്കിലും കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുടിയിൽ നമുക്ക് ഒരു റെസിഡ്യൂ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. അപ്പോൾ മുടി സോഫ്റ്റ് ആവുന്നത് മാത്രമല്ല, മുടി ഒട്ടും സ്റ്റിക്കി ആവുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് നല്ല മണവുമാണ്. ഡവിൻ്റെ ബ്യൂട്ടിഫുൾ കേൾസ്, അഗെയിൻ കേൾസ് ആണ്, പക്ഷേ ആസ് ഐ സെഡ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം, ഡ്രൈ ഹെയറിന് ഉപയോഗിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് കേളി ഹെയർ ടൈപ്പ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. ഡവിൻ്റെ തന്നെ വേറൊരു മാസ്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഓറഞ്ച് കളർ അടപ്പുള്ള മാസ്ക്. അൺഫോർച്ചുനേറ്റ്ലി അത് ഞാൻ ലാസ്റ്റ് ഇയർ ആണ് ഉപയോഗിച്ചത്, സോ ഞാൻ അത് കളഞ്ഞു എന്ന് തോന്നുന്നു. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യുകയാണ്. ഞാൻ അന്ന് ഉപയോഗിച്ചിട്ട് ഒരുപാട് എൻജോയ് ചെയ്തൊരു മാസ്ക് ആയിരുന്നു. ഇപ്പം കറന്റ് അത് ലോ ഇൻ സ്റ്റോക്കോ എന്തോ ആണ്, അത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും കേട്ടോ, കാരണം അതൊരു ഉഗ്രം മാസ്ക് ആയിരുന്നു. അതിൻ്റെ മണോ ഇതുപോലെ വെരി പ്ലസന്റ്. ആൻഡ് ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും സൾഫേറ്റ്സോ പാരബൻസോ ഒന്നും ഇല്ലാത്ത ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റാണ്. ഞാൻ പൊതുവെ ഇന്നത്തെ ബ്രാൻഡ്സ് ചൂസ് ചെയ്തിരിക്കുന്നതല്ല അങ്ങനെയാണ്, ഒരുവിധം ക്ലീൻ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പൊതുവെ ഞാൻ ഡവിൻ്റെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എനിക്കങ്ങനെ വീണ്ടും വാങ്ങണം എന്ന് തോന്നുന്നൊന്നും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, എസ്പെഷ്യലി വെൻ കംസ് ടു ഹെയർ കെയർ. ബട്ട് ഐ എം ട്രൂലി ഓണസ്റ്റ്ലി സർപ്രൈസ്ഡ്. ഡവിൻ്റെ 2 മാസ്കുകളും നല്ലതാണ്. നിങ്ങൾക്ക് ഡ്രൈ ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡവിൻ്റെ മാസ്ക് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ലോട്ടസിൻ്റെ ആണ്. ലോട്ടസിൻ്റെ ടോട്ടൽ റിപ്പയർ. ഇത് റെഡ് അണിയൻ ബേസ്ഡ് മാസ്ക് ആണ്. ഇത് ഓൺലൈൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, കാരണം ആമസോണിൽ അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് reduces hair fall, repairs and strengthens damaged hair. സൾഫേറ്റ് ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, സിന്തറ്റിക് കളർ ഫ്രീ ആണ്. ഇത് ആക്ച്വലി പാതി വഴിക്ക് ഇപ്പം നിൽക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ മുടി കളർ ചെയ്തല്ലോ ഇതിനിടയിൽ, അപ്പോൾ അതുകൊണ്ട് ഇത് പാതി വഴിയിലേക്ക് നിൽക്കുകയാണ്. ഞാനപ്പോൾ ഇത് ബ്രദറിന് കൊടുക്കാൻ തന്നെ വിചാരിക്കണം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ മാസ്കുകളിലും ഏറ്റവും തിക്ക് കൺസിസ്റ്റൻസി ഉള്ളൊരു മാസ്ക് ഇതാണ്. ടു ദ പോയിന്റ് ദാറ്റ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഡീപ്പ് കണ്ടീഷനിങ്ങിനായിരിക്കും ഏറ്റവും നല്ലത്. അതായത് ഇപ്പോൾ റെഗുലറായിട്ട് ഞാൻ മാസ്ക് ഉപയോഗിക്കുന്ന പോലെ, അതായത് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം കുറച്ചെടുത്ത് മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എൻ്റെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട ഒരു ടെക്സ്ചർ കിട്ടുന്നില്ല. പ്ലസ് ഇത് നല്ല തിക്കാണ്. ഐ കുഡ് ഹാവ് യൂസ്ഡ് ഇറ്റ് ബെറ്റർ എന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇത് ഒരു പ്രീ ഷാംപൂ കണ്ടീഷണർ, ഒരു പ്രീ ഷാംപൂ മാസ്ക് പോലെ കുറച്ചും കൂടി ഒരു ഡീപ്പ് കണ്ടീഷനിങ് ഇഫക്റ്റ് കിട്ടുന്ന നെല്ലിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വെക്കുകയോ ഒരു വാം ടവൽ ചുറ്റി വെക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്, കാരണം അത്ര തിക്ക് കൺസിസ്റ്റൻസിയാണ്. പിന്നെ എനിക്കെൻ്റെ മണമാണ് എൻ്റെ ഒരു പ്രോബ്ലം. എനിക്കെൻ്റെ മണം റിമൈൻഡ്സ് മീ ഓഫ് അണിയൻ്റെ മണമല്ല കേട്ടോ, സവാളയുടെ അല്ല, പക്ഷേ കുറച്ചൊരു സലോണിൽ എന്തോ മണം പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുക. ഒരു പ്ലസന്റ് അല്ല, എന്നാൽ കുറച്ചൊരു മണമുണ്ട്. അതുകൊണ്ട് എനിക്ക് പൊതുവെ എൻ്റെ കണ്ടീഷണറൊക്കെ കുറച്ച്, അല്ലെങ്കിൽ മാസ്ക് കുറച്ച് നല്ല മണമായിരിക്കണം എന്ന്, അതാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. പിന്നെ മണമാണ് എനിക്കൊരു പ്രോബ്ലം. ഞാനത് റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഇല്ല ബിക്കോസ് ഓഫ് ദ മണം. പക്ഷേ ഡീപ്പ് കണ്ടീഷനിങ്ങിന് വളരെ നല്ലതായിരിക്കും, കാരണം വെരി തിക്ക് കൺസിസ്റ്റൻസി. ഈ ഒരു പ്രൈസ് റേഞ്ച്, ഇതിന് 200 താഴെ പ്രൈസ് ഉള്ളൂ ഓൺലൈനിൽ ആഫ്റ്റർ ഡിസ്കൗണ്ട്. ഇത്രയും തിക്ക് കണ്ടീഷണർ, ഇത്രയും സൾഫേറ്റ് ഫ്രീ, സിലിക്കോൺ ഫ്രീ, വെരി ഗുഡ് ഇൻഗ്രീഡിയൻ ലിസ്റ്റ്, ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മാസ്ക് ഡോട്ട് ആൻഡ് കീയുടെ അവരുടെ പി പെപ്റ്റൈഡ് സ്ട്രെങ്തനിങ് മൊറിംഗ ആൻഡ് ആർഗൻ മാസ്ക്. എനിക്ക് പേരൊന്നും ഓർത്തിരിക്കില്ല കേട്ടോ, ഞാൻ ഒരുപാട് മാസ്കുകൾ ട്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പേരിങ്ങനെ നീട്ടി വായിക്കുന്നത്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത മാസ്കാണ്. ഇതിൻ്റെ മണം എനിക്ക് ഈ മാസ്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ഇൻ ദ സെൻസ് ഇതൊരു മാസ്ക് പോലെ എനിക്ക് വന്നില്ല. ഞാൻ പൊതുവെ കണ്ടീഷണേഴ്സ് നിർത്താനുള്ള കാരണം എനിക്ക് കണ്ടീഷണേഴ്സ് ഭയങ്കര തിന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് മുടി കഴുകിയിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണമെങ്കിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് പോകാമെന്നല്ലാതെ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് മുടി ഒന്ന് സ്ക്വിഷൊക്കെ ചെയ്ത് ഒന്ന് കഴുകുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കണ്ടീഷണേഴ്സ് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാറില്ല. ഈ ഡോട്ട് ആൻഡ് കീയുടെ ഈ പർട്ടിക്കുലർ ആർഗൻ മാസ്ക് എനിക്ക് ഫീൽ ചെയ്തത് ഒരു കണ്ടീഷണർ പോലെയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണ്ടീഷണർ മാറ്റി ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് 200 ml ആണ്, 300 റേഞ്ചിൽ എന്തോ പ്രൈസ് പോയിന്റിൽ കിട്ടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മണം പ്ലസന്റ് അല്ല, കെമിക്കൽ ലൈക്കും അല്ല, എന്തോ ഒരു മണം. ഞാൻ അത്ര ഒരു എൻജോയ് ചെയ്തൊരു മണമൊന്നും ആയിരുന്നില്ല. സോ എഗെയിൻ മണത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കരുത് നമ്മൾ ഹെയർ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത്. മണവും ഗുണവും ഒന്നിച്ചുള്ള ബ്രാൻഡ്സ് നമ്മളിവിടെ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ഞാൻ റീപർച്ചേസിന് ഞാൻ കൂട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു കണ്ടീഷണറായിട്ട് ട്രൈ ചെയ്യാനാണെങ്കിൽ ഇത് നല്ലതായിരിക്കും. ഞാനിത് ഈ ബാക്കി മാസ്കുകളുടെയൊക്കെ സൈസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 200 ml ഉള്ളൂ, കുറച്ചും കൂടെ ഹാൻഡിയാണ് എന്നെനിക്ക് ഫീൽ ചെയ്തു. മേ ബി ട്രാവലിങ്ങിന് വേണമെങ്കിലും നിങ്ങൾക്ക്, കാരണം ഇത് ഇത്രയല്ലേ ഉള്ളൂ സൈസ്, ബാക്കി എല്ലാം നല്ല അജഗജാന്തര വ്യത്യാസമാണ് സൈസിൽ. അപ്പോൾ അതൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല ബ്രാൻഡ്സും മാറ്റി ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതല്ലാതെ നിങ്ങളിത് വാങ്ങണം എന്നൊന്നും പറയാനായിട്ട് എനിക്ക് അതിനകത്തൊന്നും ഫീൽ ചെയ്തില്ല.
പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു മാസ്ക് വിഷ് കെയറിൻ്റെ ആയിരുന്നു. അതിൻ്റെ പാക്കറ്റ് ഞാൻ കയ്യിലേ സൂക്ഷിച്ചില്ല, ഉപയോഗിച്ച് ഞാൻ തീർത്തു. വിഷ് കെയർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഞാൻ അവരുടെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഐബ്രോ ഗ്രോത്ത് ഓയിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ പാർലറിലെ ചേച്ചി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് 2 മാസം കൊണ്ട് നല്ല ഗ്രോത്ത് ഡിഫറൻസ് ഉണ്ട്. സാറിന് എനിക്ക് 2 മാസം കഴിയുമ്പോൾ ത്രെഡ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഏതാണ്ട് 3 ആഴ്ച കൂടുമ്പോൾ ത്രെഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അവിടെ ഗ്രോത്ത് ഓയിൽ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, യു ക്യാൻ ചെക്ക് ദാറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻസിൽ ഞാൻ ഈ മാസ്ക് വാങ്ങി. ഇറ്റ് വാസ് ഓക്കെ. ഒരു റൈസ് വാട്ടർ ബേസ്ഡ് മാസ്ക് ആയിരുന്നു. മണം എനിക്ക് ഒട്ടും ഓക്കെ ആയില്ല. ക്യൂട്ടിക്കുറ പൗഡറിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു വല്ലാത്തൊരു മണം. ടെക്സ്ചർ വൈസ് ഓക്കെ, അതായത് ഇപ്പോൾ രണ്ടാമത് ഫ്രീ ആയിട്ട് തന്നാൽ ഞാൻ ഉപയോഗിക്കും, കുഴപ്പമില്ല. പക്ഷേ അതല്ലാതെ ഞാനായി പോയി വാങ്ങാൻ ചാൻസ് ഇല്ല. ഒരു കണ്ടീഷണർ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു മാസ്കിൻ്റെ ഒരു ഇഫക്റ്റ് ഒന്നും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഒരു ഫ്രീ ആയിട്ട് തന്നാലും ഞാൻ ചിലപ്പം ഈ 2 മാസ്കും ഇനി പിക്ക് ചെയ്യില്ല, കാരണം ദിസ് ഇസ് ടു തിക്ക് ഫോർ മീ ആൻഡ് ദിസ് വാസ് ലൈക്ക് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ബട്ട് മറ്റേത് അങ്ങനെയല്ല, മാസ്ക് വാസ് ഗുഡ്, അത് നല്ലതായിരുന്നു. അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിന് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനായിട്ട് പോയി വാങ്ങില്ല, പക്ഷേ എന്തെങ്കിലും ഭയങ്കര ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കും. റൈസ് വാട്ടറിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. തിക്നെസ് വൈസ് കുറച്ചും കൂടി ഒരു കണ്ടീഷണർ ഫീൽ തരുന്നൊരു മാസ്കാണ്. ഇനി ഇതല്ലാതെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ കൊണ്ട് കളഞ്ഞുപോയി. പ്ലമ്മിൻ്റെ മാസ്ക്, പ്ലമ്മിൻ്റെ കോക്കനട്ട് ആൻഡ് പെപ്റ്റൈഡ് മാസ്കാണ് ഞാനൊരു ഈ വർഷം തുടക്കത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഐ ആക്ച്വലി ലൈക്ക് ഇറ്റ് വെരി മച്ച്. എനിക്ക് ഈ ഡൗവിൻ്റെയും ബെയർ അനാറ്റമിയുടെ മാസ്കിൻ്റെ ഇതേ റേഞ്ചിൽ ക്വാളിറ്റി ഉള്ളൊരു മാസ്ക് ആയിട്ടാണ് എനിക്ക് പ്ലമ്മിൻ്റെ മാസ്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പ്ലമ്മിൻ്റെ പണ്ട് അവക്കാഡോ മാസ്ക്, പ്ലമ്മിൻ്റെ ഒരുവിധം എല്ലാ ഹെയർ മാസ്കുകളും ട്രൈ ചെയ്തിട്ടുണ്ട്. മറ്റേ ഇതുപോലെയാണ്, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് മാസ്കിൻ്റെ എൻ്റെ അവസ്ഥ. എനിക്ക് ഡ്രൈ ഹെയർ ആയതുകൊണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ മാസ്ക് കോക്കനട്ട് ആൻഡ് പെപ്റ്റൈഡ് റേഞ്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ആ റേഞ്ചിൻ്റെ ഷാമ്പൂവും ഞാൻ ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹിബിസ്കസിൻ്റെ റേഞ്ച് എൻ്റെ ബ്രദറും വളരെ എൻജോയ് ചെയ്തു. പക്ഷേ ഹിബിസ്കസ് റേഞ്ചിന് മാസ്ക് ഇല്ല. എന്തായാലും കോക്കനട്ട് പെപ്റ്റൈഡിൻ്റെ മാസ്ക് ആക്ച്വലി വളരെ നല്ലതായിരുന്നു. ഇതേ കാറ്റഗറിയിൽ തന്നെ ഡവിനെ പോലെ പെടുത്താവുന്ന ഒരു മാസ്ക് ആയിരുന്നു. സോ എൻ്റെ ടോപ്പ് 3 മാസ്കുകൾ ചോദിച്ചാൽ ഞാൻ പറയും ഡവിൻ്റെ ആ 2 മാസ്കും നല്ലതാണ്. കേൾ എൻഹാൻസിങ് നോക്കണ്ട, ബെയർ അനാറ്റമിയുടെ മാസ്കുകൾ നല്ലതാണ്. ആൻഡ് പ്ലമ്മിൻ്റെ കോക്കനട്ട് പെപ്റ്റൈഡ് റേഞ്ചും നല്ല മാസ്ക് ആയിരുന്നു. ഡീപ്പ് കണ്ടീഷനിങ് ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ലോട്ടസ് വൺ. സോ ഇതൊക്കെയാണ് എൻ്റെ മാസ്ക് കഥകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഇത് ബെനിഫിഷ്യൽ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂസ് ആണ്, ഇത് സ്പോൺസേഡ് അങ്ങനെയൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന റിവ്യൂസ് എല്ലാം ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ്. ലെറ്റ് മീ നോ വാട്ട് യു ഗൈസ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.